ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നെൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ്. വെറും സ്റ്റഡി വ്ളോഗല്ല, 8 hours സ്റ്റഡി വ്ളോഗാണ്. ഈ 8 hours സ്റ്റഡി എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും വലിയൊരു ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ജാനുക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട്. അത് എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ച് ഈ ടോഡ്ലർ സ്റ്റേജിലുള്ള കുട്ടികളെ കൊണ്ട് പഠിക്കാനിരിക്കുന്ന അമ്മമാർക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. അവരെന്തെടുത്താലും ഏതെടുത്താലും നമ്മൾ അടുത്ത് ചെല്ലണം. അതുകൊണ്ട് തന്നെ ഈ അവൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരു നൈറ്റിൽ കൂടുതൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നൈറ്റ് എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കും, എൻ്റെ പരിപാടികളെല്ലാം ചെയ്യും. പക്ഷേ ഈ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഒരു നല്ല റൊട്ടീൻ്റെ ഭാഗമല്ലല്ലോ അത്. നമുക്ക് ഒരു നൈറ്റിൽ കുറേ നേരം ഇരിക്കുക എന്നുള്ളതിനേക്കാളും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പരിപാടികൾ ചെയ്യുക എന്നുള്ളത് ഒരു ഹെൽത്തി ഹാബിറ്റിലോട്ട് ഉള്ള മാറ്റമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ നേരെ അത് ചെയ്യാമെന്ന്. ആ മാറ്റം അത്ര പെട്ടെന്നൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഞാൻ തന്നെ എന്നും രാവിലെ അലാം വെക്കും, അത് ഓഫാക്കി തിരിഞ്ഞ് കിടന്നുറങ്ങും. കാരണം ഈ രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര മടിയാണല്ലോ. പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ ലേറ്റായിട്ടാണെങ്കിലും എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കൂട്ടി 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 കൊണ്ടുവന്നാണ് ശരിക്കും ഇവിടെ വരെ എത്തിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 4 to 7 AM എനിക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം ആ സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഉണരുമെങ്കിലും അവൾ അത്യാവശ്യം ഉറക്കമുള്ള സമയമായിരിക്കും. അതുപോലെ അമ്മ രാവിലെ എഴുന്നേറ്റ് വിഷേട്ടന് കൊണ്ടുപോകേണ്ട ഫുഡ്, ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് അടുക്കളയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തേക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പോയാൽ മതി. കുറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോഴേക്ക് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട്. നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. കാരണം അടുത്ത് അമ്പലം ഉണ്ടായതുകൊണ്ട് നല്ല പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ കുറച്ച് നേരം വെള്ളമൊക്കെ നിന്ന് വീണ്ടും വന്നിരുന്നു. ഞാൻ മാത്സ് ആണ് മുമ്പേ പഠിച്ചുകൊണ്ടിരുന്നത്, അതവിടെ നിർത്തിയിട്ട് ഞാൻ കറണ്ട് അഫേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫേഴ്സ് പൊതുവേ എനിക്ക് പാടുള്ളൊരു ഭാഗമാണ്, പ്രത്യേകിച്ച് സ്പോർട്സ് എല്ലാം. എനിക്ക് സ്പോർട്സുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്കത് പഠിച്ചെടുക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ ക്ലാസ് കണ്ട് പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ നോട്ട്സും കിട്ടും. ഒരാൾ പറയുന്നത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളത് ചോദിക്കുമ്പോഴോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ പൊതുവേ CA പഠിക്കാറ്. അങ്ങനെ ഞാൻ എൻ്റെ നോട്ട്സൊക്കെ റഫായിട്ടാണ് എഴുതി വെച്ചത്. റഫായിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ ഒരു നോട്ട്ബുക്കിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു തവണയും കൂടെ അതൊരു റിവിഷൻ പോലെ ആവുമല്ലോ. 10th പ്രിലിംസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാരണം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ വർക്ക് ചെയ്യാമായിരുന്നു, എങ്കിൽ ഇനിയും മാർക്ക് സ്കോർ ചെയ്യായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ആ സങ്കടത്തിലിരുന്ന് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോഴാണ് വിഷ്ണുട്ടൻ പറയുന്നത്, എന്തിലാ ഒന്നിന് മാത്രം ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത്, ഇനിയും എക്സാംസ് വരുന്നുണ്ടല്ലോ, VFA വരുന്നുണ്ട്, അപ്പം അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിച്ചു നോക്ക്, നിൻ്റെ ബെസ്റ്റ് നീ കൊടുക്കാൻ നോക്ക്, അപ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റിയാലോ എന്ന്. ആ ഒരു മോട്ടിവേഷൻ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് കളയാം. നമുക്ക് ചാൻസ് കിട്ടുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ നോക്കേണ്ടത്. ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാതെ നമ്മൾ ട്രൈ ചെയ്യാതെ ഇരുന്നിട്ട് നാളെ അയ്യോ എനിക്ക് പറ്റിയില്ല എന്ന് നമുക്ക് തോന്നരുതല്ലോ. അത് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കി. രാവിലെ ജാനിക്കുട്ടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞാനും കഴിച്ചു, കുളിച്ച് ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് പഠിക്കാൻ വീണ്ടും വന്നിരുന്നു. അപ്പോഴേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഭയങ്കര ടാസ്ക് ജാനി ഇടയ്ക്കിടയ്ക്ക് വരിക എന്നുള്ളതാണ്. അവൾ ഇടയ്ക്ക് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും, ഞാൻ ഇടയ്ക്ക് പോയി അത് സോൾവ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ മടിയിൽ കയറിയിരിക്കും, ഞാൻ പലതും ചെയ്തു കൊടുക്കണം, ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസാണ് പുള്ളിക്കാരിക്ക്. അതൊക്കെ സമ്മതിച്ചു കൊടുക്കുക അല്ലാതെ നമുക്ക് ഇവിടെ അടങ്ങിയിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്രയോൺസും കയ്യിൽ കൊടുത്ത് ഒരു ബുക്കും എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ എൻഗേജ്ഡായിട്ട് ഇരുന്നോളും എന്ന് വിചാരിച്ച്. ഇതിനിടയ്ക്കും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അമ്മ എന്താ നോക്കുന്നത്, അമ്മ എന്താ എഴുതുന്നത്, അമ്മയുടെ ബുക്ക് എനിക്ക് തരാമോ, ഇങ്ങനെ പല ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പല വാശികളും നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും, ചിലതൊക്കെ സാധിച്ചു കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി സോൾവ് ചെയ്യേണ്ട അവസ്ഥ വരും. ശരിക്കും അവളിങ്ങനെ അടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് സങ്കടവും തോന്നാറുണ്ട്. കാരണം അവളുടെ കൂടെ നമ്മൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യേണ്ട സമയത്താണല്ലോ അവരെ ഒരു വശത്തിരുത്തിയിട്ട് നമ്മളിങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നോക്കിയിരുന്ന് പഠിക്കണം എന്നുള്ള ഒറ്റ സ്ട്രെച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആ സമയം അവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈ സമയത്ത് പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? പക്ഷേ അവർക്കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ട്രൈ ചെയ്യുന്നത്, അവർക്ക് ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം. അതിനിടയ്ക്ക് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ ബുക്ക് പിടിച്ചു വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുടിക്കാൻ വെച്ച വെള്ളത്തിനകത്ത് നിന്ന് കുറച്ചെടുത്ത് കുടിച്ചു. അങ്ങനെ പല പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്.
ഞാനെപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം കൊണ്ട് വെക്കാറുണ്ട്. അതുവഴി രണ്ട് പ്രയോജനങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകണ്ട. പിന്നെ ഈ ഇരിക്കുന്ന സമയത്ത് ഈ കുപ്പി കാണുമ്പോൾ തനിയെ നമ്മൾ വെള്ളം കുടിക്കും. ഈ 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത് ഞാനിപ്പം ശരിക്കും എൻ്റെ ഹാബിറ്റ്സിൽ സ്ഥിരം വെച്ചേക്കുന്ന ഒന്നാണ്. എല്ലാ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. പൊതുവേ ഞാൻ വെള്ളം കുടിക്കാത്ത ഒരാളായതുകൊണ്ട് ഇതെനിക്ക് വലിയൊരു ചേഞ്ചായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് പഠിച്ച് കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിയെ ലാപ്ടോപ്പിലോട്ടായി ശ്രദ്ധ. ലാപ്ടോപ്പിൽ എന്തുവാ അമ്മേ, ആ മാമൻ എന്താണ് പറയുന്നത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പതുക്കെ എൻ്റെ മടിയിലോട്ടിങ് കയറി. അപ്പോൾ ഇത് കൂടുതൽ നേരം ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് പതുക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ട് പയ്യെ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങ് വെളിയിലോട്ടിറങ്ങി. എന്ന് ടെറസിൻ്റെ മുകളിൽ പോയി ജസ്റ്റ് ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മേളിലോട്ട് പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സമയം നിന്നില്ല. കുഞ്ഞു മക്കളുള്ളപ്പോൾ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നേന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം എനിക്ക് ടഫുള്ള ഏരിയാസും ഡീപ്പായിട്ട് പഠിക്കേണ്ട ഏരിയാസും ഇവൾ അകത്തേക്ക് വരാതിരിക്കുന്ന സമയത്തും ഇവൾ ഉറങ്ങുന്ന സമയത്തും ആയിരിക്കും എടുക്കാറ്. ജാനിമോള് പെട്ടെന്ന് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജോഗ്രഫിയാണ് എടുത്തത്. എനിക്ക് ടഫായിട്ടുള്ള ഏരിയ ആണ് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളത്. അതുകൊണ്ട് അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും ഡീപ്പായിട്ടും പഠിക്കാമെന്ന് വിചാരിച്ച് അതാണ് എടുത്തത്. SCERT ആണ് പഠിക്കാൻ തുടങ്ങിയത്. അത് കുറച്ച് നേരം വായിച്ചു പഠിച്ചു. കുറച്ച് നോട്ട്സൊക്കെ അതിനകത്ത് അണ്ടർലൈൻ ചെയ്തു വെച്ചു. ഒരുപാട് ഞാൻ നോട്ട്സ് ഇതിനകത്ത് എഴുതാൻ നിന്നില്ല, കാരണം അത് വായിച്ചു പഠിക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ച്. അത് പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ കൂടി നോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ വായിച്ചു പഠിക്കുന്ന സമയത്ത് ഞാൻ ടോപ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. കാരണം കുറേ നേരം വായിച്ചു പഠിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു ബോറടിക്കും. അപ്പോഴേക്കും ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുത്ത് അതിൽ എന്തെങ്കിലും വായിച്ചു പഠിക്കാനോ എഴുതി പഠിക്കാനോ ഉണ്ടെങ്കിൽ അത് നോക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. അതായത് ഒരു സബ്ജക്റ്റ് മാക്സിമം ഒരു 3/4 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ അപ്പോഴത്തേക്കും ടയേർഡാവും. അന്നേരം വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നോക്കാമല്ലോ. ഇത്രയും ടൈം എടുത്ത് നമ്മൾ വർക്ക് ചെയ്തെങ്കിലും ചിലപ്പോൾ രാത്രിയിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പകുതി പോലും ശരിക്കും ഓർമ്മിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിക്കും എനിക്ക് അനുഭവമുള്ള കാര്യമാണത്. അങ്ങനെ വന്നതുകൊണ്ട് ശരിക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിൻ അല്ലേ, അതിന് എല്ലാം കൂടെ ഒറ്റയടിക്ക് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല. രാത്രി റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു തവണ കൂടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് റീകളക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് കാണുമ്പോഴെങ്കിലും നമുക്കത് ഓർമ്മിച്ച് വെച്ച് അത് അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റും. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തു വെച്ച് ഈ സമയത്ത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ചോറും വെള്ളവും ബാഗിൽ വെച്ച് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അമ്മേ, സ്കൂളിൽ കൊണ്ടുവിടാവോ അമ്മേ, ബസ്സിലാണോ നമ്മൾ പോകുന്നത്? ഇങ്ങനെയുള്ള പല സംശയങ്ങളുമായിട്ടാണ് എൻ്റെ കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. കാരണം ഇപ്പോൾ ഈ ക്ലീൻ ചെയ്തിട്ടിട്ടും കാര്യമില്ല, ഓരോരോ സാധനങ്ങൾ പറക്കിയും എടുത്തും എല്ലാം ഈ ബെഡും ഈ റൂമും അവളിങ്ങനെ വൃത്തികേടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീടുകളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതെനിക്കൊരു പുത്തിരിയല്ല. ശരിക്കും എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ശരിക്കും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് വിടുന്ന പോലെ ഇത്രയും പെട്ടെന്ന് ടപ്പെന്നും പറഞ്ഞ് ഒന്ന് വിരൽ ഞൊടിക്കുന്ന സമയത്ത് എല്ലാ ജോലികളും കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഇങ്ങനെ വെറുതെ ഇരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു 5 വർഷം പുറകിലോട്ട് പോകാനുള്ള ഒരു ടൈം ട്രാവലറോ എല്ലാം കിട്ടിയിരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങി എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് ജോലി കയറി സെറ്റാകാം. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? അതൊന്നും നടക്കത്തില്ല, ഭയങ്കര വ്യാമോഹമാണെന്നറിയാം. എന്നാലും അതൊരു സുഖമല്ലേ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ഞാൻ ചിന്തിക്കും, ശരിക്കും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നേന്ന് പഠിക്കാമായിരുന്നു. അതുപോലെ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും, ഒരു 10 വർഷം പുറകോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാമായിരുന്നു, എനിക്ക് ജോലി വാങ്ങാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ചാൻസ് നമ്മൾ യൂസ് ചെയ്യല്ലേ വേണ്ടത്. ഇതൊക്കെ ഞാൻ തന്നെ എനിക്ക് നൽകുന്ന മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ജാനുക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് അവളെ ഉറക്കി ഞാൻ കുറച്ച് നേരം പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ഒരു ഉഴുന്നുവടയൊക്കെ കൊടുത്ത് നേരെ കുളിപ്പിച്ച് വെളിയിലിറക്കി അമ്മയുടെ കൂടെ അവളെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെളിയിലിരിക്കാമെന്നും പറഞ്ഞ് ഞാനും മുറ്റത്തോട്ട് പോയി. ഇത് നമ്മുടെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ മൂലസ്ഥാനമാണിത്. ഇവിടെ ഞങ്ങൾ വൈകിട്ട് ഇടയ്ക്കൊക്കെ വന്നിരിക്കും. നല്ല രസമാണ്. വഴിക്കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പാട്ടും ഒക്കെ കേട്ടിരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ, സീ യു.